ഉമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഹോട്ടൽ സ്റ്റൈൽ പനീർ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ഒരു വീഡിയോയിൽ നാരങ്ങാ നീര് ഉപയോഗിച്ച് പനീർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നിട്ടിരുന്നു. ഇത് തൈര് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. പനീറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇനി ഇതിന് വേണ്ടിയുള്ള ഗ്രേവിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ്, ഗരം മസാല, കുരുമുളക്, ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. വലിയുള്ളി 1 കപ്പ്, തക്കാളി 1, ബദാം ഒരു 10 എടുത്തിട്ടുണ്ട്. ബദാമിന് പകരം അണ്ടിപ്പരിപ്പും ഇടാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. തക്കാളിയുടെയും ഉള്ളിയുടെയും അളവ്, ബദാമിൻ്റെയൊക്കെ അളവ് ഒന്ന് ഗ്രേവിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അല്പം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പനീർ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ അല്പം മുളക് പൊടി ഉപ്പിട്ടിട്ട് വേണം വറുക്കണമെങ്കിൽ. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. 1 ലിറ്റർ പാലിലുള്ള പനീർ കൊണ്ട് ഒരു 6 പേർക്ക് 7 പേർക്ക് ധാരാളം കഴിക്കാൻ പറ്റും. വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. നമുക്കിതൊന്ന് നല്ല മയത്തിൽ അരച്ചെടുത്ത് ഈ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്യണം. അല്പം മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കൂ. ഗ്രേവി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബാക്കി സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു തിള വന്നതിന് ശേഷം അല്പം കസൂറി മേത്തി ഇട്ട് കൊടുക്കാം. പനീർ കറി റെഡി.